അല്ല, അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല, KPC അല്ലേ മറുപടി പറയണ്ടേ. എനിക്കറിയില്ല, ഞങ്ങൾ തമ്മിൽ കുറച്ച് ദിവസമായി കണ്ടിട്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മരണം ഉണ്ടായപ്പോൾ ഞാൻ കണ്ടിരുന്നു. അതിന് രാഷ്ട്രീയം പറയേണ്ട സമയമല്ല. ഏതായാലും നേതാക്കന്മാരുടെ പരാതിയൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഇലക്ഷൻ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വല്ല പരാതികളുണ്ടെങ്കിൽ നേതൃത്വം ഇടപെട്ട് പരിഹരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ സ്വാഗതാർഹമായിട്ടുള്ള വിധിയാണ് ഇത്. ഏറ്റവും അധികം തിരിച്ചടി BJPക്കാണ്. അവർക്ക് 6000-7000 കോടിയൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾക്കാകെ 100 കോടിയേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണഭോക്താവ് ആരാണെന്ന് വളരെ വ്യക്തമായി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന പാർട്ടികൾക്കും ഇതിൻ്റെ മെച്ചം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വിധി വളരെ സ്വാഗതാർഹമാണ്. കാരണം വോട്ട് ചെയ്യുന്ന പൗരന് തങ്ങൾ വോട്ട് ചെയ്യുന്ന പാർട്ടികൾക്കൊക്കെ എത്ര ശതമാനം കിട്ടിയെന്ന് അറിയാനുള്ള അധികാരമുണ്ട്. ഇതൊക്കെ സുതാര്യമാണ്, കാര്യങ്ങൾ സുതാര്യമാകണം. ഇപ്പം ഞങ്ങളൊക്കെ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ കണക്ക് കൊടുക്കാറുണ്ട്, എവിടെ നിന്ന് കിട്ടിയെന്നുള്ള സോഴ്സും കാണിക്കണം. അപ്പം എങ്കിൽ മാത്രമേ ജനാധിപത്യം അതിൻ്റെ പൂർണ്ണത പ്രാപിക്കൂ. അല്ലെങ്കിൽ പണത്തിൻ്റെ കുത്തിയൊഴുക്കായിരിക്കും. അത് പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കുന്നവർക്കാണ്, സംസ്ഥാനം ഭരിക്കുന്നവർക്കും അതിൻ്റെ മെച്ചം കിട്ടും. അത് ശരിയായിട്ടുള്ള നടപടിയല്ല. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി ജനാധിപത്യത്തിന് വളരെ ആശ്വാസമാണ്. പല കാർമേഘങ്ങൾക്കിടയിലും ഒരാശ്വാസമാണ്. നല്ലൊരു മഴ കിട്ടിയ പ്രതീതിയാണ് സുപ്രീം കോടതിയുടെ ഈ വിധിയിലൂടെ ഉണ്ടായിട്ടുള്ളത്. അത് അവർക്കാരും കൊടുക്കാത്തതുകൊണ്ടാണ്. കേരളം മാത്രമല്ലേ ഉള്ളൂ, പുറത്ത് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ കിട്ടിയാനെ. ഏത് അല്ല, അത് ഒരു കാരണവുമില്ലാണ്ട് ഞങ്ങളുടെ നിന്ന് വിട്ടുപോയതല്ലേ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. ഇലക്ഷനിൽ ജയിക്കുകയും തോൽക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ RSP ഞങ്ങളുടെ കൂടെ 2 തവണ നിന്നിട്ട് അവർക്ക് നിയമസഭയിൽ സീറ്റ് കിട്ടിയിട്ടില്ല. എങ്കിലും അവർ ഉറച്ചു നിന്നില്ലേ. അതുകൊണ്ട് ഇനി അവർ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ തീർക്കട്ടെ, ഞങ്ങളെ തലയിടുന്നില്ല. അതിൽ ഞങ്ങൾ ആ തീരുമാനം അവരുമായിട്ട് ചർച്ച ചെയ്തതിൻ്റെ ഞങ്ങളുടെ ആ കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. അതിൽ തീരുമാനം എടുത്ത് അറിയിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. കാരണം ഇപ്പോൾ 18 സീറ്റുകൾ ഞങ്ങൾക്ക് സിറ്റിംഗ് മെമ്പർമാരുണ്ട്. 2 സീറ്റാണ് ഒഴിവുള്ളത്. ഒന്ന് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് മറുഭാഗത്തേക്ക് പോയ കോട്ടയം സീറ്റുണ്ട്. കഴിഞ്ഞ തവണ UDF പരാജയപ്പെട്ട ഏക സീറ്റായിട്ടുള്ള ആലപ്പുഴയുണ്ട്. കോട്ടയം സീറ്റ് സ്വാഭാവികമായിട്ടും മുന്നണിയിൽ ഉറച്ചു നിന്ന കേരള കോൺഗ്രസ്സിന് ഒരവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അത് അവർക്ക് നൽകേണ്ടി വരും. പിന്നെ ആകെ ഒരു സീറ്റേ ഉള്ളൂ, ആലപ്പുഴ. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്ക് 18 സീറ്റിലും സിറ്റിംഗ് MP-മാരുള്ളൊരു സാഹചര്യത്തിൽ ആ തീരുമാനം അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് അധികാരമില്ല, അവകാശവുമില്ല. അതുകൊണ്ട് ആ തീരുമാനം ഡൽഹിക്ക് അറിയിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന ഡൽഹിയിലും ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ എല്ലാവരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അത് പരിഹരിക്കാൻ കഴിയും. ഒരു കാര്യം ഉറപ്പാണ്, അതിൻ്റെ പേരിൽ തർക്കം ഉണ്ടാവില്ല. അല്ല, ഉഭയകക്ഷി ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു പറയാൻ സാധ്യമല്ല. ഉഭയകക്ഷി ചർച്ചയിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അതിൻ്റെ പേരിൽ ഒരു കലഹം UDF-ൽ ഉണ്ടാവില്ല. ഇല്ല, പോംവഴിയുടെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ചാനലിലും പത്രത്തിലൊക്കെ പറയുന്നതല്ല. അത് ഞങ്ങളൊന്നും ആ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അല്ല, അത് ഞങ്ങൾക്കത് പറയാനുള്ള അവകാശമില്ല. കാരണം അത് ഹൈക്കമാൻഡ് ഇടപെട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്കത് പറയാനോ ചെയ്യാനോ ഉള്ള അധികാരം ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അവരുടെ ആവശ്യം ന്യായമായതുകൊണ്ടാണല്ലോ ഹൈക്കമാൻഡിനെ ഞങ്ങൾ അറിയിച്ചത്. അതുകൊണ്ട് ഹൈക്കമാൻഡ് അവരുമായിട്ട് ചർച്ച നടത്തും. ചർച്ച നടത്തി തീരുമാനം ഞങ്ങൾ അറിയിക്കും. ആ തീരുമാനം വന്നു കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ സീറ്റ് വിഭജനം പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും. മാത്രമല്ല, ഇപ്പോൾ മാർച്ച് ആദ്യ വാരത്തിലെ ഇലക്ഷൻ പ്രഖ്യാപിക്കുള്ളൂ. തിരക്കിട്ടിപ്പോൾ നാളെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. 18 പേര് ഇപ്പോൾ പ്രസന്റ് ഫീൽഡിലുണ്ടല്ലോ. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു അനുകൂല ഘടകമാണത്.
അതുകൊണ്ട് തന്നെ അത്ര തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെയാണോ? തീർച്ചയായിട്ടും അദ്ദേഹം മത്സരിക്കണം എന്ന് തന്നെയാണ് കേരളത്തിന്റെ ഐകകണ്ഠേന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ നോക്കിക്കാണുന്നത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് ഇങ്ങനെ നടത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതും സ്പോൺസർഷിപ്പാണ്. ഇപ്പോൾ ഒരു സ്പോൺസർഷിപ്പ് ഭരണമായിട്ട് മാറി. നവകേരള സദസ്സിന് സ്പോൺസർഷിപ്പ്, പിന്നെ അഭിമുഖത്തിന് സ്പോൺസർഷിപ്പ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് എത്ര വിദ്യാർത്ഥികളുമായിട്ടാണോ അഭിമുഖം നടത്തുന്നത് അവരൊക്കെ നേരത്തെ തന്നെ പേരും ഒക്കെ തയ്യാറാക്കിയിട്ട് ചോദിക്കേണ്ട ചോദ്യം ഏൽപ്പിച്ചിട്ടുള്ള അഭിമുഖമാണ്. അല്ലാതെ രാഹുൽ ഗാന്ധിയൊക്കെ ചെയ്യുന്ന ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു അഭിമുഖം നടത്തുകയല്ല. കാരണം ചോദ്യങ്ങൾ പലതും അസുഖകരമാകുന്നുള്ളതുകൊണ്ട് അതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് ഒരു തിരക്കഥ അനുസരിച്ച് നടക്കുന്നൊരു ഷൂട്ടിംഗ് ആണ് ഈ പരിപാടി. അത് തന്നെ ഇഷ്ടമല്ലാത്തവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കാന്ന് ഞാൻ പറയുന്നില്ല. ശേഷം ഡൽഹി വീണ്ടും കർഷക സമരങ്ങളാൽ പ്രക്ഷുബ്ധമാവുകയാണ്. എങ്ങനെയാണ് എനിക്ക് അതിനെ കാണുന്നത്? അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണല്ലോ അയോധ്യയും ശ്രീരാമക്ഷേത്രമൊക്കെ. അല്ലാണ്ട് ശ്രീരാമനോട് ഭക്തി ഉണ്ടായിട്ടല്ലല്ലോ. ജനങ്ങളാകെ അസ്വസ്ഥരാണ്. അത് മൂടി വയ്ക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള നാടകങ്ങൾ കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ്. പക്ഷെ കർഷകർക്ക് ആനുകൂല്യം കിട്ടിയില്ലെങ്കിൽ അവർ ക്ഷേത്രവും പള്ളിയും പറഞ്ഞിട്ട് അടങ്ങിയിരിക്കുന്നവരല്ല. ആ ബഹുജന മുന്നേറ്റം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ പഞ്ചാബിൽ ഇപ്പോൾ കാലെടുത്ത് കുത്താൻ കഴിയാത്ത BJPക്ക്. മോഡി കളിയൊക്കെ കളിച്ചിട്ട് പോലും പഞ്ചാബിൽ കാലെടുത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ ഓരോ സ്റ്റേറ്റിലും വരും. അത് തെരഞ്ഞെടുപ്പിൽ കാണാം അക്കാര്യം. വിട്ടൊന്നും പോലെ നിങ്ങൾ നോക്കിക്കോളൂ. എലക്ഷൻ കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയിലെ എല്ലാ MP-മാരും ചേർന്ന് മോഡിയെ പുറത്താക്കും. അതൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല. അതൊക്കെ ദേശീയ നേതൃത്വം തീരുമാനിക്കണം.